So this session deals with the motion of simple pendulum. Motion of simple pendulum is an example of mechanical vibration in which the restoring force is gravitational force. Mechanical vibration പറഞ്ഞപ്പോൾ രണ്ട് എക്സാമ്പിളാണ് പറഞ്ഞത്, സ്പ്രിങ്ങിൻ്റെ മോഷനും ആൻഡ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷനും പറഞ്ഞു. In the case of spring, the restoring force is elastic force, and in the case of simple pendulum, the restoring force is gravitational force. So simple pendulum എന്ന് പറയുന്നത് it's a simple arrangement of a bob which is hanging on a string. ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ ഒരു ബോബ് അറ്റാച്ച് ചെയ്യുക ആൻഡ് ദാറ്റ് സ്ട്രിങ് ഇസ് ഫിക്സ്ഡ് ഓൺ എ സർഫസ്. അതിനെയാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. സോ കൺസിഡർ എ സിമ്പിൾ പെൻഡുലം ഓഫ് bob of mass m and of length of string l. ഇതാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഈ ഒരു മാസ് എം മാസുള്ളൊരു ബോബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൽ ലെങ്ത്തുള്ളൊരു സ്ട്രിങ്ങിലേക്ക്, ആൻഡ് സ്ട്രിങ്ങിൻ്റെ ഒരു എൻഡ് സപ്പോർട്ടിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് സിമ്പിൾ പെൻഡുലം. ആൻഡ് ഈ സിമ്പിൾ പെൻഡുലം ഈ ഡോട്ടഡ് ലൈൻ ഇതാണ് അതിൻ്റെ മീൻ പൊസിഷൻ, ആൻഡ് ഫ്രം ദ മീൻ പൊസിഷൻ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ത്രൂ ആൻ ആംഗിൾ തീറ്റ. സോ ഈ തീറ്റ എന്ന് പറയുന്ന ഈ ആംഗിളാണ് അതിൻ്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആൻഡ് വൈൽ കവറിങ് ദിസ് ആംഗിൾ the linear displacement is s. So for small angles theta, this linear displacement s will be equal to L into theta, length of string into theta. So the simple pendulum, this arrangement is, or the bob is in motion. So the equation of motion is sigma f equal to ma, where sigma f is the net force in the tangential direction and a is the acceleration in the tangential direction. So tangential component of this acceleration എന്ന് പറയുന്നത്, so this is a tangential component. ഈ s എന്ന് പറഞ്ഞ ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതിന് tangential component. So acceleration will be d square s by dt square. And tangential ഡയറക്ഷനിലുള്ള ഫോഴ്സസ്, ഇതിലാകെ ഒരു ഫോഴ്സാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, ഈ ബോബിൻ്റെ വെയ്റ്റ് എം ജി എന്ന് പറയുന്ന ഈ ബോബിൻ്റെ വെയ്റ്റാണ് ആക്ട് ചെയ്യുന്നത്. സോ ആ വെയ്റ്റിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്, അതാണ് ഫോഴ്സ് ഇൻ ദി ടാൻജൻഷ്യൽ ഡയറക്ഷൻ, ആൻഡ് ദാറ്റ് കമ്പോണൻറ്റ് ഇസ് എം ജി സൈൻ തീറ്റ. സോ ഇത് മൂവ് ചെയ്യുന്നത് ടുവേർഡ്സ് റൈറ്റ് ആണ്, ബട്ട് അതിൻ്റെ വെയ്റ്റിൻ്റെ കമ്പോണൻറ്റ് അല്ലെങ്കിൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദി മോഷൻ. സോ that can be written as minus mg sin theta. When the value of theta is very small, the sin theta is almost equal to theta. So we can write that as minus mg into theta. And from this equation s equal to l theta, we will get theta equal to s by l. So substitute the value of theta from this equation in this equation, then we will get minus mg into s by l. So sigma f, the net force in the tangential direction, is minus mg into s by l. Then ഈ sigma f ൻ്റെ value substitute ചെയ്യുക in the equation sigma f equal to ma, then we will get minus mg into s by l equal to m into a യുടെ വാല്യൂ, ആക്സലറേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് d square s by dt square. So minus mg into s by l equal to m into d square s by dt square, and രണ്ട് സൈഡിലും m ഉണ്ട്, so that will be cancelled. Then the equation will become d square s by dt square plus g by l into s equal to 0. This equation is known as the equation of motion of bob. So നമ്മുടെ equation ഇതാണ്, d square s by dt square plus g by l into s equal to 0. So compare this equation with the equation of SHM. SHMൻ്റെ equation എന്തായിരുന്നു? d square x by dt square plus omega square x equal to 0. So ഇതാണ് SHMൻ്റെ ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ. ഈ ഇക്വേഷനും ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ ഓഫ് ബോബിൻ്റെ ഇക്വേഷനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ കേസിൽ x എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഈ കേസിൽ s എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇത് രണ്ടിനും നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ we will get
ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ എന്ന് കിട്ടും. സോ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ആൻഡ് ഈ ആംഗുലർ വെലോസിറ്റിയും ഫ്രീക്വൻസി നമ്മുടെ റിലേഷൻ ഇസ് ഒമേഗ ഈക്വൽ ടു 2π എഫ്. സോ എഫ് ഈക്വൽ ടു ഒമേഗ ബൈ 2π എന്ന് വരും. സോ എഫ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് ജി ബൈ എൽ. ആൻഡ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി. സോ ദാറ്റ് ഈസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. സോ ഇത്രയൊക്കെ ഇതിൻ്റെ ബേസിക് ഇക്വേഷൻസ് ആണ്. സോ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതെല്ലാം ഒരേ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നാണെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാത്തിൻ്റെയും ഒരു ഇക്വേഷൻ, ഇപ്പോൾ ഒമേഗയുടെ ആണെങ്കിൽ ഒമേഗയുടെ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചു വയ്ക്കുക. ഫ്രീക്വൻസിയുടെ ആണെങ്കിൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കാണാണ്ട് പഠിച്ചിരിക്കുക. ടൈം പീരീഡ് ഉണ്ടെങ്കിൽ അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ കേസിലായാലും എസ് എച്ച് എമ്മിൻ്റെ കേസിലായാലും ഈ സിമ്പിൾ പെൻഡത്തിൻ്റെ കേസായാലും അതിൻ്റെ ഇക്വേഷൻ ബേസിക് ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ദെൻ ബാക്കിയുള്ള ടേംസ് നമ്മളുടെ റിലേഷൻസ് അറിയാം. അപ്പോൾ ഒമേഗ ഈക്വൽ ടു 2π എഫ് ഓർ ടി ഈക്വൽ ടു 1/f എന്നൊക്കെയുള്ള ബേസിക് ഇക്വേഷൻസിൽ ബേസിക് റിലേഷൻസ് അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇക്വേഷൻസ് കുറച്ചും കൂടി നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ആൻഡ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്, അപ്പം ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മീൻ പൊസിഷൻ ഈ ഡോട്ടഡ് ലൈനാണ്. ഡോട്ടഡ് ലൈൻ അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിലെത്തി ദെൻ മീൻ പൊസിഷനിൽ റിട്ടേൺ ചെയ്ത് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ എക്സ്ട്രീം പൊസിഷനിൽ പോയി ദെൻ മീൻ പൊസിഷനിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഓസിലേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. അതിനെടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ബട്ട് ഹാഫ് ഓഫ് ദിസ് ഓസിലേഷൻ, അതായത് മീൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ്ട്രീം പൊസിഷനിൽ പോയി ദെൻ കമ്മിങ് ബാക്ക് ടു ദി മീൻ പൊസിഷൻ, ഇത്രയും ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ബീറ്റ്. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ആൻ ഓസിലേഷൻ. സോ ടൈം ഫോർ ബീറ്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഹാഫ് ഓഫ് ദി ടൈം പീരീഡ് ആയിരിക്കും. സോ ദി ഇക്വേഷൻ ഫോർ ടൈം ഫോർ 1 beat is 1/2 into 2π of root L by G, that is pi into root of L by G. അതായത് ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു ബീറ്റ്സിന് എടുക്കുന്ന ടൈമിൻ്റെ ഇക്വേഷൻ ഇസ് pi into root of L by G. And when the time period of 1 beat is 1 second, ഇതിപ്പം ഈ ഒരു സിമ്പിൾ പെൻഡുലം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മീൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു എക്സ്ട്രീം പൊസിഷനിലെത്തി ദെൻ റിട്ടേൺ ചെയ്ത് മീൻ പൊസിഷനിൽ എത്താൻ എടുക്കുന്ന ആ ഒരു ബീറ്റിനെടുക്കുന്ന ടൈം 1 second ആണെങ്കിൽ ദാറ്റ് പെൻഡുലം ഈസ് കോൾഡ് സെക്കൻഡ്സ് പെൻഡുലം. ബീറ്റിനെടുക്കുന്ന ടൈം 1 second ആണെങ്കിലാണ് ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡ്സ് പെൻഡുലം. സോ അതിൻ്റെ ടൈം പീരീഡ് ഫോർ ഓസിലേഷൻ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 2 times. സോ ദാറ്റ് ഈസ് 2 seconds. തിയറി ചോദിക്കാറുണ്ട് വാട്ട് ഈസ് സെക്കൻഡ്സ് പെൻഡുലം എന്ന്. സോ ബീറ്റിനെടുക്കുന്ന ടൈം 1 second ആണെങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡ്സ് പെൻഡുലം. സോ സെക്കൻഡ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഫോർ ഓസിലേഷൻ എന്ന് പറയുന്നത് 2 seconds ആണ് കേട്ടോ. സോ ലാസ്റ്റ് കേസിൽ ആ ഒരു സിമ്പിൾ പെൻഡുലം ഫിക്സ്ഡ് ആയിരുന്നു. ആ സ്ട്രിങ്ങിൻ്റെ ബോബ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ ഒരു എൻഡ് ഫിക്സ്ഡ് ആയിരുന്നു, ഒരു സപ്പോർട്ടിൽ ഫിക്സ്ഡ് ആയിരുന്നു. സോ അത് മൂവ് ചെയ്യുന്നില്ല, ആ ബോബ് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കേസിൽ ദാറ്റ് സപ്പോർട്ട് ഈസ് ഓൾസോ മൂവിങ്. ഈ സിമ്പിൾ പെൻഡുലം മോഷൻ നടക്കുന്ന ബോബിൻ്റെ മോഷൻ്റെ കൂടെ ദാറ്റ് സപ്പോർട്ട് ഈസ് ഓൾസോ മൂവിങ് vertically. So first consider a case in which the support is moving in the upward direction with an acceleration a. അതായത് ഈ നമ്മുടെ സിമ്പിൾ പെൻഡുലം ഈ അറേഞ്ച്മെൻറ്റ്സിൽ ഈ ഒരു സപ്പോർട്ട് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ മൂവ് ചെയ്യാണ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. സോ ആ ഒരു കേസിൽ ഇവിടെ വരുന്ന ഇക്വേഷൻ സിഗ്മ എഫ് ഈക്വൽ ടു, അത് മോഷനിലായതുകൊണ്ട് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ഈക്വൽ ടു എം എ തന്നെയാണ്. സോ സിഗ്മ എഫ് ഇൻ ദി ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് കാണും. ഇവിടെ ലാസ്റ്റ് കേസിൽ ആ ഒരു ബോബിൻ്റെ വെയിറ്റ് മാത്രമാണ് അതിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോഴ്സ്. ബട്ട് ഈ കേസിൽ ഇതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, പ്ലസ് ഈ സപ്പോർട്ടിൻ്റെ മൂവ്മെൻറ്റിനെ ഓപ്പോസ് ചെയ്തിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇനേഷ്യ ഫോഴ്സ്. കഴിഞ്ഞ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് മോഷൻ. സപ്പോർട്ട് മുകളിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇനേഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴേക്ക്. സോ ഈ രണ്ട് ഫോഴ്സും ഈ ഒരു ബോബിൽ ആക്ട് ചെയ്യുന്നുണ്ട്, വെയിറ്റും ആക്ട് ചെയ്യുന്നുണ്ട്, ഇനേഷ്യ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. സോ
So sigma f equal to ma എന്നുള്ളത് we are considering the tangential direction. So sigma f, net force in the tangential direction, equal to the product of mass and acceleration in the tangential direction. So the forces acting in the tangential direction is ഈ വെയ്റ്റ് എം ജിയുടെ ഒരു ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഉണ്ട് എം ജി സൈൻ തീറ്റ, ആൻഡ് ഇനേഷ്യ ഫോഴ്സിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഉണ്ടാവും എം എ സൈൻ തീറ്റ. രണ്ടും ആക്ട് ചെയ്യുന്നത് മോഷൻ ഓപ്പോസിറ്റാണ്. പെൻഡുലം മൂവ് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ, പക്ഷേ അതിൻ്റെ ആ രണ്ട് ഫോഴ്സസും ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ദാറ്റ് വിൽ ബി മൈനസ് ഓഫ് എം ജി പ്ലസ് എം എ ഇൻറ്റു സൈൻ തീറ്റ, ആൻഡ് ദാറ്റ് ഈക്വൽ ടു mass into acceleration is dv by dt, or that is equal to d square s by dt square. And so എല്ലാ ടേംസിലും m കോമൺ ആണ്, m ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വരും. ആൻഡ് സൈൻ തീറ്റയ്ക്ക് എസ് ബൈ എൽ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മൈനസ് ഓഫ് ജി പ്ലസ് എ ഇൻറ്റു എസ് ബൈ എൽ ഈക്വൽ ടു ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ജി ബൈ a by L into S equal to 0. So comparing this equation with the equation of SHM, ഈ രണ്ട് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി പ്ലസ് എ ബൈ എൽ. സോ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി പ്ലസ് എ ബൈ എൽ, എഫ് ഈക്വൽ ടു 1 by 2 pi റൂട്ട് ഓഫ് ജി പ്ലസ് എ ബൈ എൽ, ആൻഡ് ടൈം പീരീഡ് ടി ഈക്വൽ ടു 2 pi into root of L by G plus A. So ഇതെല്ലാം പറഞ്ഞത് if the support is moving in the upward direction, and if the support is moving in the downward direction, ഈ ഒരു പ്രൊസീജിയറിൽ തന്നെയാണ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക. അതിൽ ഇക്വേഷനിൽ ആകെ വരുന്നൊരു ചേഞ്ച് ഇവിടെ എല്ലാം ജി പ്ലസ് എ എന്നാണ് വന്നിട്ടുള്ളത്. ഈ ഒമേഗ കാണുമ്പോഴും ഫ്രീക്വൻസി കാണുമ്പോഴും ടൈം പീരീഡ് കാണുമ്പോഴും ജി പ്ലസ് എ എന്നാണ് വന്നിട്ടുള്ളത് ഇൻ ദ കേസ് ഓഫ് ഇഫ് ദ സപ്പോർട്ട് ഈസ് മൂവിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ആൻഡ് ഇഫ് ദ സപ്പോർട്ട് ഈസ് മൂവിങ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ, ഈ ഇക്വേഷനിലെല്ലാം ജി മൈനസ് എ എന്ന് വരും. ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി മൈനസ് എ ബൈ എൽ, എഫ് ഈക്വൽ ടു 1 by 2 pi റൂട്ട് ഓഫ് ജി മൈനസ് എ ബൈ എൽ, ആൻഡ് ടൈം പീരീഡ് ഈക്വൽ ടു 2 pi into root of L by G minus A. So problem consider, find the time period of oscillation of a simple pendulum of length 1.5 meter. Also find the time period when this pendulum hangs from an elevator moving with, first case, upward acceleration of 3 meter per second square, and second case, downward acceleration of 3 meter per second square. So ഇതിൽ ആക്ച്വലി 3 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഫസ്റ്റിൽ സിമ്പിൾ പെൻസിലും സപ്പോർട്ട് മൂവ് ചെയ്യുന്നില്ല, അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് കാണണം ഓഫ് ലെങ്ത് 1.5 മീറ്റർ. ആൻഡ് ദെൻ സെക്കൻഡ് കേസിലും തേർഡ് കേസിലും സപ്പോർട്ട് ഈസ് ഓൾസോ മൂവിങ്. സെക്കൻഡ് കേസിൽ അപ്വേർഡ് മൂവ്മെൻ്റ് ആണെങ്കിൽ തേർഡ് കേസിൽ പറയുന്നത് ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ്. സോ ഫസ്റ്റ് കേസ് നോക്കാം. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻസിലും ഓഫ് ലെങ്ത് 1.5 മീറ്റർ. ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ടി ഈക്വൽ ടു 2 pi ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. എല്ലിന് 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജി 9.81. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ 2.46 seconds. ആൻഡ് ദെൻ ഓൾസോ ഫൈൻഡ് ദ ടൈം പീരീഡ് വെൻ ദിസ് പെൻഡുലം ഹാങ്സ് ഫ്രം എൻ എലിവേറ്റർ മൂവിങ് വിത്ത് അപ്വേർഡ് ആക്സലറേഷൻ. അതായത് സപ്പോർട്ട് മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് ആൻ അപ്വേർഡ് ആക്സലറേഷൻ ഓഫ് 3 meter per second square. സോ അപ്പോൾ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ 2 pi into root of L by G plus A. അതിൽ എല്ലിൻ്റെ വാല്യൂ 1.5 തന്നെ, എയുടെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിൽ ഗെറ്റ് ദ ആൻസർ. ആൻഡ് നെക്സ്റ്റ് കേസ്, ദ സപ്പോർട്ട് മൂവ്സ് വിത്ത് ഡൗൺവേർഡ് ആക്സലറേഷൻ ഓഫ് 3 meter per second square. സോ ഇക്വേഷൻ ടി ഈക്വൽ 2 pi into root of L by G minus A. സോ അവിടെയും വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ. So next, change in the number of oscillations during a constant time interval due to change in the length of string of a simple pendulum and change in the acceleration due to gravity. അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലും സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിലും വരുന്ന ചേഞ്ച്
ആ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ നമ്പർ ഓഫ് ഓസിലേഷൻസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ ടൈം പീരീഡ് ഫോർ വൺ ഓസിലേഷൻ എന്ന് പറയുന്നത് ഫോർ എ സിമ്പിൾ പെൻഡുലം ഇറ്റ് ഈസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് L/G and time for one beat is pi into root of L/G. So suppose if there are n number of beats in t seconds, അത് t seconds കൊണ്ട് n beats ഉണ്ടാവുന്നുണ്ട് ഒരു സിമ്പിൾ പെൻഡുലത്തിൽ എന്ന് വിചാരിക്കുക. then the number of beats n equal to t by pi into root of L/G അല്ലേ. so then we'll get t by pi into root of g by L എന്ന് കിട്ടും. then taking logarithm on both sides we'll get, we are taking natural logarithm, then we'll get ln n equal to ln t plus half of ln g minus ln pi minus half of ln L, and then differentiating this equation we'll get 1 by n into dn equal to ln t എന്ന് പറയുന്നത് that's a constant, so differentiate ചെയ്യുമ്പോൾ we'll get 0 plus half of dg by g minus then ln pi is also a constant, so differentiate ചെയ്യുമ്പോൾ 0 വരും, and then minus half dl by L. so now rearrange ചെയ്ത് എഴുതുമ്പോൾ dn by n equal to half of dg by g minus dl by L. ഈ ഇക്വേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഓരോ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഡി എൻ ഇസ് ദി ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ബീറ്റ്സ് ആൻഡ് എൻ ഇസ് ദി നമ്പർ ഓഫ് ബീറ്റ്സ്, ദെൻ ഡി ജി ഇസ് ദി ചേഞ്ച് ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ജി ഇസ് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡി എൽ ഇസ് ദി ചേഞ്ച് ഇൻ ലെങ്ത് ആൻഡ് എൽ ഇസ് ദി ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ഓഫ് സിമ്പിൾ പെൻഡുലം. ഇത്രയാണ് ആ ഒരു ഇക്വേഷൻ. സോ ഈ ചേഞ്ച് ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്ങും അതിൻ്റെ നമ്പർ ഓഫ് ബീറ്റ്സിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നതാണ് ഈ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇഫ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഡി ജി എന്നുള്ള വാല്യൂ 0 ആയിരിക്കും. സോ ആ ടേം ക്യാൻസൽ ആയി പോകും. ദെൻ ദ ഇക്വേഷൻ ബിക്കംസ് ഡി എൻ ബൈ എൻ ഈക്വൽ ടു മൈനസ് ഓഫ് ഹാഫ് ഡി എൽ ബൈ എൽ. ആ ഒരു നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് if the length decreases the number of oscillations increases and vice versa, and if there is no change in the length of string, length of string constant ആയിട്ട് വെക്കുകയാണെങ്കിൽ then the equation will be dn by n equal to half of dg by g. അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഓസിലേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബീറ്റ്സും ഇൻക്രീസ് ചെയ്യും. സോ ലെറ്റ്സ് ഡിസ്കസ് എ പ്രോബ്ലം. A clock provided with a seconds pendulum is gaining 150 seconds a day. Find how much change in the length of the pendulum is required so as to correct the clock. ആ ക്വസ്റ്റ്യനിൽ പറയുന്നത് സെക്കൻഡ്സ് പെൻഡുലം, അതായത് ഒരു ബീറ്റ്സിന് എടുക്കുന്ന ടൈം 1 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം 2 സെക്കൻഡ്സ് ആയിട്ടുള്ള ഒരു സിമ്പിൾ പെൻഡുലം അത് കൂടുതൽ ബീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എത്രയായിരുന്നോ അത് ഒരു ദിവസം ഓസിലേറ്റ് ചെയ്യേണ്ടത് അതിനേക്കാൾ 150 അത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ. സോ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്ത് ഓഫ് സ്ട്രിങ് എത്ര കറക്റ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആക്സലറേഷൻ ഗ്രാവിറ്റി അവിടെ ഒന്നും പറയണില്ല, അതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുകയാണ്. ലെങ്ത് ഓഫ് സ്ട്രിങ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഒരു നോർമൽ സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ നമ്പർ ഓഫ് ബീറ്റ്സ് ഇൻ 1 ഡേ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെക്കൻഡ്സ് ഇൻ 1 ഡേ ആയിരിക്കും. നമ്പർ ഓഫ് സെക്കൻഡ്സ് ഇൻ 1 ഡേ എത്രയാണ്? 24 hours ഇൻറ്റു 60 minutes ഇൻറ്റു 60 seconds. അത്രയാണ് നമ്പർ ഓഫ് സെക്കൻഡ്സ് ഇൻ എ ഡേ. സോ അത്ര തന്നെ ആയിരിക്കും നമ്പർ ഓഫ് ബീറ്റ്സ് ഫോർ എ സെക്കൻഡ് പെൻഡുലം. അത് 86,400 ആണ് നോർമൽ കേസിലൊരു സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ നമ്പർ ഓഫ് ബീറ്റ്സ് ഇൻ എ ഡേ. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നതുകൊണ്ട് ഇക്വേഷൻ എന്തായിരിക്കും? ഡി എൻ ബൈ എൻ ഈക്വൽ ടു മൈനസ് ഹാഫ് ഓഫ് ഡി എൽ ബൈ എൽ. നെഗറ്റീവ് സൈൻ്റെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു. സോ നമുക്കത് നമ്പർ ഓഫ് ഓസിലേഷൻ 150 കൂടുതലാണ്. സോ അതിനെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സോ കൂടുതലുള്ളതിനെ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ലെങ്ത് ഓഫ് പെൻഡുലം ഇൻക്രീസ് ചെയ്യണം. ലെങ്ത് ഓഫ് പെൻഡുലം ഇൻക്രീസ് ചെയ്താലേ നമ്പർ ഓഫ് ബീറ്റ്സ് കുറയ്ക്കാൻ പറ്റുള്ളൂ.
സോ എത്ര നമുക്ക് കുറയ്ക്കേണ്ടത്? 150 കുറയ്ക്കണം. അതായത് ഡി എൻ എന്ന് പറയുന്നത് 150 ആണ്, എൻ എന്ന് പറയുന്നത് 86,400 ആണ്, ഡി എൽ എന്ന് പറയുന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എൽ കാണണം. എൽ കാണണമെങ്കിൽ ടി ഈക്വൽ ടു 2π ഇൻറ്റു √L/g. അതിൽ ടി നമുക്കറിയാം 2 സെക്കൻഡ്സ് ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലിൻ്റെ വാല്യൂ കിട്ടും. ലെങ്ത് ഓഫ് സ്ട്രിങ്ങിൻ്റെ വാല്യൂ 994 millimeters കിട്ടും. സോ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ ഡി എൻ ബൈ എൻ ഈക്വൽ ടു മൈനസ് ഹാഫ് ഓഫ് ഡി എൽ ബൈ എൽ എന്നുള്ള ഇക്വേഷനിൽ എല്ലാ വാല്യൂസും ഡി എൻ്റെ വാല്യൂ 150 ആണ്, കാരണം 150 കൂടുതലാണ്, സോ കുറയ്ക്കണം. സോ ഡി എൻ എസ് 150, ദെൻ എൻ എസ് 86,400, അത്രയാണ് സെക്കൻഡ്സ് ഇൻ എ ഡേ. ദെൻ എല്ലിൻ്റെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചു 994, സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡി എല്ലിൻ്റെ വാല്യൂ കിട്ടും 3.45 millimeters. സോ അത്രയും ലെങ്ത്ത് ആ സ്ട്രിങ്ങിന് ഇൻക്രീസ് ചെയ്താലേ നമുക്ക് ആ ക്ലോക്കിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. And next question, find how much time a clock will gain or lose when the acceleration due to gravity is changed from 9.81 meter per second square to 9.8 meter per second square. The time period is 2 seconds. സോ ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ചേഞ്ച് ചെയ്യുന്നത്, ലെങ്ത് ഓഫ് സ്ട്രിങ് അവിടെ പറയുന്നില്ല, സോ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ദി ഇക്വേഷൻ ഈസ് ഡി എൻ ബൈ എൻ ഈക്വൽ ടു ഹാഫ് ഓഫ് ഡി ജി ബൈ ജി. ഡി എൻ ആണ് നമുക്ക് ഈ കേസിൽ കണ്ടുപിടിക്കേണ്ടത്, എത്ര ടൈം ആ ക്ലോക്ക് ഗെയിൻ ചെയ്യും അല്ലെങ്കിൽ ലൂസ് ചെയ്യുന്നു. ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുകയാണ് ചെയ്തിരിക്കുന്നത്, 9.81 നിന്ന് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബീറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഓൾസോ ഡിക്രീസസ്. സോ ദാറ്റ് വിൽ ലോസ് ബീറ്റ്സ്. സോ എത്രയാണ് ലോസ് വരുന്നത് നോക്കണം. സോ ഇക്വേഷൻ ഡി എൻ ബൈ എൻ ഈക്വൽ ടു ഹാഫ് ഓഫ് ഡി ജി ബൈ ജി. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെക്കൻഡ്സ് ഇൻ എ ഡേ 86,400, ഡി ജി ഈസ് 9.81 മൈനസ് 9.8 ആൻഡ് ജിയുടെ ആക്ച്വൽ വാല്യൂ 9.81. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി എൻ്റെ വാല്യൂ കിട്ടും 44.04 ബീറ്റ്സ്. സോ അത്രയും ആ ഒരു ക്ലോക്ക് അത്രയും സെക്കൻഡ്സ് ലോസസ് പെർ ഡേ. ആൻഡ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റിക്ക് എപ്പോഴും ഈ ഒരു സെക്ഷനിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഇക്വേഷൻ നമ്മുടെ ഡി എൻ ബൈ എൻ ഈക്വൽ ടു ഹാഫ് ഓഫ് ഡി ജി ബൈ ജി മൈനസ് ഡി എൽ ബൈ എൽ, ആ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷനും ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് യൂണിവേഴ്സിറ്റിയിൽ.